ടീച്ചർ എന്താ ഇത്? ഏത് പ്രശ്നവും സമാധാനമായിട്ട് കൈകാര്യം ചെയ്യുന്നല്ലേ നല്ലത്? അച്ചോ, മര്യാദയ്ക്ക് കാര്യം പറഞ്ഞാൽ എവന് മനസ്സിലാകും. അതുകൊണ്ട് എനിക്ക് ചെയ്യാവുന്നത് ഞാൻ ചെയ്യും. അത് ഒരു നല്ല രീതിയല്ല ടീച്ചർ. തെറ്റാണെങ്കിൽ അച്ഛൻ ക്ഷമിക്കുക, ഞാൻ മാറി തന്നെ. അച്ഛന്റെ രീതിക്ക് ഈ പ്രശ്നം പരിഹരിച്ചു. ഉണ്ണി, എന്താ കാര്യം? അച്ചോ, ഞാൻ ചാക്കോ മുതലായിട്ട് വാങ്ങിയ സ്ഥലമാണ്. എനിക്ക് ഇതിന്റെ ഉടമസ്ഥാവകാശം കിട്ടണം. അതിന് സമ്മതിക്കില്ലെങ്കിൽ എന്നെ കൊണ്ടാവുന്നു ഞാനും നോക്കോളാം. ലക്ഷ്മിയമ്മേ, എന്താ പ്രശ്നം? ഉണ്ണിക്കിപ്പോ തീറ് കൊടുത്ത 3 ഏക്കർ സ്ഥലത്താണ് അശ്വതിയുടെ വീട് നിൽക്കുന്നത്. അവിടെ ഉണ്ണി ഒരു റബ്ബർ ഫാക്ടറി തുടങ്ങാൻ പോകും. ചാക്കോച്ചനും അതിൽ പങ്കാളിയല്ലേ? അങ്ങനെ കാര്യമായിട്ട് മുതൽ മുടക്കൊന്നുമില്ല. ഉണ്ണി ജാപ്പാനിൽ പോയി അതേപ്പറ്റി കൂടുതൽ പഠിച്ചു വന്നപ്പോ ഒരു ഫാക്ടറി തുടങ്ങാൻ സഹായിക്കണമെന്ന് എന്നോട് പറഞ്ഞു. വളരെക്കാലമായിട്ട് എന്റെ കൂടെ മാനേജറായിട്ട് നിൽക്കുന്ന ആളാണല്ലോ. അതുകൊണ്ട് എന്റെ വകയായിട്ട് സ്ഥലം ഞാൻ തീർന്നു. 10-20 വർഷമായിട്ട് അശ്വതിയുടെ കുടുംബം ആ വസ്തുവിൽ കുടികിടക്കുകയല്ലേ? മുതലാളി ഇഷ്ടദാനം കൊടുത്തൊന്നുമല്ലല്ലോ. മറ്റൊരാൾക്ക് വസ്തു വിറ്റപ്പോ അങ്ങോട്ട് ഇറങ്ങിക്കൊടുക്കുന്നല്ലേ മര്യാദ. അവർക്ക് ആ സ്ഥലത്ത് ദേഹണ്ണമുണ്ടല്ലോ. അത് വെട്ടിക്കളഞ്ഞിട്ട് വേണം ഫാക്ടറി പണിയാൻ. അപ്പൊ പുരയോ? പൊളിച്ച് ദൂരെ കളയും. അശ്വതിക്ക് അച്ഛനില്ല. പള്ളിവക സ്കൂളിൽ നിന്ന് കിട്ടുന്ന ശമ്പളം കൊണ്ടാണ് അവർ ജീവിക്കുന്നത്. ആ നിലയ്ക്ക് അവര് വെറും കൈയോടെ ഇറക്കി വിട്ടാൽ അവരെങ്ങോട്ട് പോകും? അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. അത് ശരിയല്ല ഉണ്ണി. വിധവകളെയും മാതാപിതാക്കന്മാരില്ലാത്ത കുഞ്ഞുങ്ങളെയും ഞെരുക്കുന്നത് തലപ്പെട്ട ദോഷമാണ്. അച്ചോ, ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്തൊരു തീരുമാനം അച്ഛനെടുത്താട്ടെ. ആ പറമ്പിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ഒരു 15 സെന്റ് സ്ഥലം അവർക്ക് കൊടുത്താൽ നന്നായിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. 15 സെന്റ് സ്ഥലവും ഒരു സൂചി കുത്ത സ്ഥലം ഞാൻ കൊടുക്കില്ല. ഉണ്ണിയുടെ നിലപാട് ഇതാണെങ്കിൽ ചിലപ്പോ അവരവിടെ ഇറങ്ങിയില്ലെന്ന് വരും. ഇറക്കാൻ ഇവിടെ പോലീസും കോടതിയും കൊണ്ടച്ചോ. ഉണ്ണി, പഴയ കാലമൊന്നുമല്ല. നീതിക്കെതിരായിട്ട് എന്ത് നടന്നാലും ഇന്ന് പാവപ്പെട്ടവരെല്ലാം ഒന്നിച്ചു കൂടും. പോലീസിനും പട്ടാളത്തിനുമൊന്നും ആ ശക്തിയെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞെന്ന് വരില്ല. എനിക്ക് നീതി എന്ന് തോന്നിയത് ഞാൻ പറഞ്ഞു. ഇനി നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യും. അച്ചോ, ഞാനൊരു കാര്യം പറയാം. ഒരു 10 സെന്റ് സ്ഥലം അവർക്ക് കൊടുത്തേക്കാം. മുതലാളി എന്തായി പറയുന്നത്? 2 കൂട്ടരുടെയും നന്മയ്ക്ക് വേണ്ടിയാ ഞാനിത് പറയുന്നത്. ഉണ്ണി അതങ്ങ് സമ്മതിക്കും. അച്ചോ, അച്ഛൻ ഇടനിലക്കാരനായി നിന്ന് ഈ പ്രശ്നം ഇന്ന് തന്നെ ഒന്ന് തീർത്താട്ടെ. ഈ 10 സെന്റ് സ്ഥലം കൊണ്ട് അവർ എന്ത് ചെയ്യുക? കയറി കിടക്കാൻ ഒരു വീട് വേണ്ടേ? വേണം. ഒരു വീട് തല്ലിക്കൂട്ടിയിട്ട് മാറിയാൽ മതി. അതുവരെ ഒന്ന് ക്ഷമിക്കാൻ ഞാൻ ഉണ്ണിയോട് പറയാം. വീട് വെക്കാൻ പണം വേണ്ടേ? അതും ഉണ്ണി തരണമെന്നാണോ? എന്താ സംശയം? അത് ശരിയാണോ പീറ്ററെ? അച്ചോ, 20 വർഷമായിട്ട് അവർ ആ മണ്ണിൽ കുടികിടക്കും. അവർക്ക് ആ ഭൂമിയിൽ ദേഹന്നുമുണ്ട്. സാമാന്യം ഭേദപ്പെട്ടൊരു പുരയുമുണ്ട്. അത് ഉപേക്ഷിച്ചിട്ട് കയ്യും വീശിയിട്ട് ഇറങ്ങിപ്പോണമെന്നാണോ? 10 സെന്റ് സ്ഥലം അവർക്ക് കൊടുക്കുന്നില്ലേ? പിന്നെന്ത് വേണം? പുര പൊളിച്ച് മാറ്റിവെക്കാൻ ഒരു 10,000 രൂപ കൂടി ഉണ്ണി കൊടുക്കണം. അതെന്ത് ന്യായമാണ്? ന്യായം എന്തായാലും അത് കൊടുത്തേ പറ്റും. ഉണ്ണി അത് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സമ്മതിച്ചില്ലെങ്കിൽ അവർ മാറുകയുമില്ല. മാറിത്തരാമെന്ന് അവർ സമ്മതിച്ചല്ലോ. അച്ചോ, അശ്വതിയും അമ്മയും സ്ത്രീകളാണ്. ഒരാൺതുണയില്ലാത്ത പാവങ്ങൾ. മുതലാളി പറഞ്ഞാൽ പിന്നെ അവർക്ക് സമ്മതിക്കാതിരിക്കാൻ പറ്റും. അദ്ദേഹം വലിയവനായതുകൊണ്ട് അച്ഛനും അതിന് കൂട്ടി നിൽക്കുന്നു. പീറ്റർ, എനിക്ക് വലിയവനെന്നും ചെറിയവനെന്നുള്ള വ്യത്യാസമില്ല. എന്റെ കണ്ണിൽ എല്ലാവരും മനുഷ്യരാണ്. ഈ ആദർശം എവിടെ നിന്ന് എല്ലാ അച്ഛന്മാരും പറഞ്ഞിട്ടുണ്ട്, പള്ളിയിൽ പ്രസംഗിച്ചിട്ടുമുണ്ട്. പക്ഷെ പ്രവൃത്തിയിൽ ഇന്ന് വരെ കണ്ടിട്ടില്ല. അച്ഛൻ ഒരു കാര്യം, പറഞ്ഞ തുക കിട്ടാതെ അവരവിടെ നിന്ന് മാറുകയുമില്ല. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആരും അവരെ മാറ്റുകയും. പിന്നെ അനാവശ്യമായി അച്ഛൻ ഈ കാര്യത്തിൽ ഇടപെട്ടാൽ ഇനി ഈ ലോഹയെ ഞാൻ ബഹുമാനിച്ചത്. അച്ഛൻ മധ്യസ്ഥൻ നിന്നുകൊണ്ട് 10 സെന്റ് സ്ഥലം കൊടുക്കാമെന്ന് മോലാടി സമ്മതിച്ചതാ. എന്നിട്ട് ഇപ്പൊ എന്തുണ്ടായി? പീറ്റർ കയറി ഉടക്കി. 10,000 രൂപ കൂടി മേടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ അത് എന്തൊരു ന്യായമാ? ഇവനേരെ ഈ നാട്ടിലെ മൈസ്ട്രേറ്റോ? അത് തന്നെ ഞാനും ചോദിക്കുന്നത്. കപ്പേരെന്താ ഇത്ര കാര്യമായിട്ട് ചോദിക്കുന്നത്? ഞാനൊരു ശവപ്പെട്ടിക്ക് വില ചോദിക്കായിരുന്നു. ആർക്കാ? എനിക്ക് തന്നെ. തനിക്ക് താന്തനാണോ ശവപ്പെട്ടി പഠിക്കുന്നത്? പറഞ്ഞ പോലെ എനിക്കെന്തിന് ഇപ്പൊ ശവപ്പെട്ടി? ആ പുറജാതിക്കാരി നിന്റെ ആരാടാ? പുറജാതിക്കാരി? അതേടാ, ആ നായര് പെണ്ണ് അശ്വതി. നീയാണോ അവളെ കുടി താമസിച്ചത്? അല്ല. പിന്നെ അവരെ കുടിയൊഴിപ്പിക്കുന്നിടത്ത് നിനക്കെന്ത് കാര്യം? അപ്പ അവര് പാവങ്ങൾ. വെറും കൈയോടെ ഇറക്കി വിട്ടാൽ അവരെങ്ങോട്ട് പോകും? ഇങ്ങോട്ട് വിളിച്ചോണ്ട് പോരടാ. നീ കളിക്കുന്ന ആരോടാണെന്ന് അറിയാമോ? ചാക്കോ മുതലാളിയോടാ. അങ്ങനെ പേടിച്ചാൽ ഇവിടെ ജീവിക്കാൻ ഒക്കും. അപ്പ നിനക്കിതിലെന്ത് കാര്യമെന്നാ ഞാൻ ചോദിക്കുന്നത്. അപ്പ ഈ ഭൂമി എല്ലാവർക്കും കൂടി ഉള്ളതാ. ഇവിടെ എല്ലാവർക്കും ജീവിക്കുകയും വേണം.
എവിടെ നീതി ചെയ്ത് കണ്ടാലും ഞാൻ എതിർക്കും. നീ എതിർക്കോടാ. ആ എതിർക്കും. തെമ്മാടി നിന്നെ എന്താ നായനെ? നീ അങ്ങോട്ട് പോടാ. നിങ്ങൾക്ക് എന്താ ഭ്രാന്താണോ മനുഷ്യനെ? അതേടി, അവൻ എന്നെ ഭ്രാന്ത് പിടിച്ചു. എന്റെ മോൻ ഒരു വലിയ ആളാകുമെന്ന് ഞാൻ കരുതി. പക്ഷേ അവനെ പറ്റിയുള്ള കണക്കൂട്ടലുകൾ തെറ്റിപ്പോയി. നാരായണൻകുട്ടിയെ, എന്റെ പറ്റത്രയെന്ന് വല്ല പിടിയുണ്ട? മറ്റു കൃത്യമായിട്ട് ഞാൻ കണക്ക് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് നമുക്ക്. കണക്ക് പുസ്തകത്തിൽ എഴുതിയോണ്ട് എന്താടാ കാര്യം? അത് 30-ാം തീയതി കാശ് തരും. അതാ നമുക്ക് ഇന്ന് 31-ാം തീയതി. അയ്യോ, അത് ഞാൻ ഓർത്തില്ല. ഓർക്കണം, നമ്മളെ മോള് സബീനിക്ക് ഒരു കല്യാണാലോചന വന്നിട്ട് കെട്ടാൻ വരുന്ന ഒരു കണക്ക് പുസ്തകം എടുത്തു കൊടുത്താൽ കെട്ടുവോ? അതെങ്ങനെയാ? അപ്പൊ പണം തന്നെ കൊടുക്കണം. അതുകൊണ്ട് 15-ാം തീയതിക്ക് മുമ്പായിട്ട് നമ്മളെ പറ്റി തീർക്കണം. ശരിയോ നമുക്ക്? ആ പിന്നെ ഇത് നാരായണൻകുട്ടിയോട് മാത്രമായിട്ടല്ല, മറ്റാരോടും എല്ലാരോടും ആയിട്ടാ പറയണത്. ആ, നമുക്ക് അവർ ചായ തരാം. നീ വന്ന ഒത്തിരി നീ ഒരു പുതിയ കുഴപ്പമുണ്ടാക്കിയത് കേട്ടല്ല? കുഴപ്പം? എന്ത് കുഴപ്പം? ആ, ഞമ്മടുത്ത് വേണം മോനെ ഈ ഒളിച്ചു കളി. കാര്യം പറ നമുക്ക്. ഐശ്വര്യ നീയായിട്ട് മോഹത്തിലാണെന്ന് കേട്ടില്ല? അതാണോ കാര്യം? അപ്പൊ സംഗതി ശരിയാണ്. ആ, എനിക്ക് അവളെ ഇഷ്ടമാണ് നമുക്ക്. അതൊരു തെറ്റാണ്? തെറ്റല്ല, പക്ഷേങ്കില് അവള് ഹിന്ദു, നീ ക്രിസ്ത്യാനിയാണ്. അതിലൊരു കാര്യമില്ല നമുക്ക്. എന്റെ കണ്ണിൽ രണ്ട് ജാതിയും, ആണും പെണ്ണും. ജാതിയില്ലെന്നാ? അപ്പൊ ഞമ്മൾ ഇസ്ലാം അല്ലെന്നാണ് ഈ പറയണത്? മമ്മൂക്ക എന്ത് ജാതിയാ? ഇസ്ലാം. മമ്മൂക്കാന്റെ ബാപ്പയോ? ഒന്നാന്തര ഇസ്ലാം. ബാപ്പാന്റെ ബാപ്പാന്റെ ബാപ്പയോ? ഓ, ഞമ്മള് പാരമ്പര്യമായിട്ട് ഇസ്ലാമാടാ. ആട്ടെ, പടച്ചവൻ ആദ്യം ആരെ സൃഷ്ടിച്ചെന്നാണ് നിങ്ങളുടെ കിതാബി പറയുന്നത്? ആദം നബി. ആ ആദാമിന്റെ മക്കളല്ലേ പിന്നീടുണ്ടായ മനുഷ്യരെല്ലാം? അതെ. അപ്പോ ആദാമിന്റെ ജാതി എന്തായിരുന്നു? ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനി? ആദാം ഏത് ജാതി എന്ന് പറ. അതൊരു വലിയ ചോദ്യമാണല്ലോ. ആലോചിച്ച് നാളെ ഉത്തരം പറഞ്ഞാൽ മതി. ഇതേ കാശ്. ആദം സബീന, എന്താ പപ്പ? ആദമിന്റെ ജാതി എന്താണ് മോളെ? ആദാമിന്റെ ജാതിയോ? ആ, എനിക്ക് അറിഞ്ഞൂടെ പപ്പ. വരാലേ, പിന്നെ എന്ത് കുന്തം പഠിക്കാനാണ് ഈ ദിവസം പുസ്തകം ഞമ്മളോട് സ്കൂളിൽ പോകുന്നത്? പോകത്തു. ആദമിന്റെ ജാതി എന്താണെന്ന് അറിഞ്ഞൂടാ. എന്താ നമുക്ക്? ആദാമിന്റെ ജാതി എന്താടാ? ആദാമോ? ആ, അതാരാ? എന്റെ ബാപ്പാന്റെ 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 ബാപ്പ പോരെ ഹിമാറെ. ആദാമിന്റെ ജാതി അറിയാണ്ട് എന്തിനാണോ ജീവിക്കണത്? അള്ളാ, നമ്മള് ശരിയാ. ഈ ആരോടാ നമ്മൾ ചോദിക്കുക? എടീ, ചെറുക്കന് ഫ്രണ്ടൻ കമ്പനിയിലെ ആ ജോലി, എഞ്ചിൻ ഡ്രൈവറാ. 500 രൂപ ശമ്പളം കിട്ടും. നീ അവനെ കണ്ടിട്ടില്ലേ? പിന്നെ ജോക്കി മേസ്ത്രിയുടെ മോനെ ഞാൻ കണ്ടിട്ടില്ലേ? നല്ല മിടുമിടുക്കൻ ചെറുക്കന്. ആ, അവന്റെ അപ്പനായി എഴുത്തയച്ചു. മോൾക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്ക് കല്യാണം ആലോചിക്കാം. എനിക്ക് കല്യാണം വേണ്ടപ്പ. പിന്നെ നീ എന്താ മടത്തി പോവാണോ? എനിക്ക് വേണം തോന്നുമ്പോ ഞാൻ പറയാം, അപ്പൊ ആലോചിച്ചാ മതി. പിന്നെ നിന്റെ അഭിപ്രായം പോലല്ലേ ഇവിടെ എല്ലാ കാര്യം ചെയ്യുന്നത്. ചെറുക്കൻ വന്ന് പെണ്ണിനെ കാണാൻ എഴുതപ്പ. നോയമ്പ് വീട് കഴിഞ്ഞ് വന്ന് കാണാൻ എഴുതാം.